നമ്മളിങ്ങനെ യുക്തിവാദവും ഭൗതികവാദവും ഒക്കെ നാട്ടിലിങ്ങനെ വ്യാപകമായ തോതിൽ പ്രചരണങ്ങൾ നടക്കുമ്പോൾ മുസ്ലിം ചെറുപ്പക്കാരുടെ, മുസ്ലിം യുവതികളുടെ തലച്ചോറുകളിലേക്ക് യുക്തിവാദവും ഭൗതികവാദവും ഒക്കെ കടന്നു വരുന്നു എന്നുള്ള കണക്കുകൾ കേൾക്കുമ്പോൾ വേവലാതിയും ആകുലതയും അല്ല നമുക്കുണ്ടാകേണ്ടത്. അതിലുപരിയായി പ്രബോധന പ്രവർത്തനങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്നു എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അള്ളാഹുവിന്റെ ദീനിന് നേരെ യുക്തിവാദി വിരൽ ചൂണ്ടുമ്പോൾ ആ ചോദ്യം എന്താണ് എന്ന് പഠിക്കാൻ, അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉത്തരം എന്താണ് എന്ന് മനസ്സിലാക്കാൻ, അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആ ഒരു ദൗത്യമാണ്, ആ ഉത്തരവാദിത്തമാണ് അത്തരം ഘട്ടങ്ങളിലും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരേണ്ടത്. ഇതൊക്കെ കൂടി ഏതെങ്കിലും ഒരു യുക്തിവാദിയുടെ, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കടന്നു വരുന്ന ഒരു ഭൗതികവാദിയുടെ ഒരു പുസ്തകം കൊണ്ടോ ഒരു പ്രസംഗം കൊണ്ടോ ഒരു പ്രചാരണം കൊണ്ടോ ഇല്ലാതാകുന്ന ഒരു ദീനിനെ അല്ല നമ്മൾ ആരും പ്രതിദാനം ചെയ്യുന്നത്. എല്ലാ യുക്തിവാദികളും കൂടെ ഒരുമിച്ച് നിന്ന് ഊതിക്കെടുത്തിയാലും കെട്ടുപോകാത്ത ഒരു വെളിച്ചത്തെയാണ്, അള്ളാഹുവിന്റെ പ്രകാശത്തെയാണ് ഞാനും നിങ്ങളുമൊക്കെ പ്രതിനിധാനം ചെയ്യുന്നത്. ഊതുന്നവരും കെടുത്തുന്നവരും കെടുത്താൻ മോഹിക്കുന്നവരും തങ്ങളുടെ കയ്യിലുള്ള വായു കൊണ്ട് ഊതിക്കെടുത്താം എന്ന് കരുതുന്നവരൊക്കെ എല്ലാ കാലത്തും സമൂഹത്തിൽ ഉണ്ടാവും. അത് ഇന്നുണ്ട്. ഇസ്ലാം ദീൻ മറ്റുള്ള മതങ്ങളോടൊന്നുമില്ലാത്ത വിരോധം ഇസ്ലാമിനോട് കാണിക്കുക, മറ്റുള്ള വിശ്വാസങ്ങളോടൊന്നുമില്ലാത്ത അതിശക്തമായ എതിർപ്പ് ഇസ്ലാമിക വിശ്വാസത്തോടും ആശയത്തോടും പ്രകടിപ്പിക്കുക. ക്രൈസ്തവ വിശ്വാസമോ ഹൈന്ദവ വിശ്വാസമോ ആക്രമിക്കപ്പെടുന്നതിനേക്കാളേറെ ഇസ്ലാമിക വിശ്വാസത്തെ നിരന്തരമായ അക്രമങ്ങൾക്ക് വിധേയമാക്കുക. ഇത് യുക്തിവാദികൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടും സ്വീകരിച്ചു പോരുന്ന അവരുടെ രീതിയാണ് പുതിയ കാലത്ത്. അതിനെയാണ് നമ്മൾ നവനാസ്തികത എന്നൊക്കെ വിളിച്ചു പോരുന്നത്. നവനാസ്തികതയുടെ മുമ്പിൽ ശത്രു എല്ലാ മതങ്ങളുമല്ല, ഇസ്ലാം മാത്രമാണ്. നവനാസ്തികതയുടെ മുമ്പിൽ എല്ലാ മതത്തിന്റെയും ആചാര്യന്മാർ അവർക്ക് ശത്രുക്കളല്ല, അവരുടെ ശത്രു മുഹമ്മദ് നബി മാത്രമാണ്. അവർക്ക് എല്ലാ മതവും തകർക്കപ്പെടണം എന്ന ലക്ഷ്യമൊന്നുമില്ല, ഇസ്ലാം ഇല്ലാതാകണം എന്ന് മാത്രമേ അവർ ലക്ഷ്യം വെക്കുന്നുള്ളൂ. അത് ഞാൻ പറയുന്നത് ഇസ്ലാമിക പ്രബോധകന്മാരുടെ മുമ്പിലുള്ള അവസരങ്ങളാണ്, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിനുള്ള സാഹചര്യങ്ങളാണ്, സാധ്യതകളാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കി തരുന്നത്. പ്രതികൂലമായ സാഹചര്യങ്ങളെയും പ്രബോധന പ്രവർത്തനങ്ങൾക്കുള്ള അവസരങ്ങളാക്കി മാറ്റാനുള്ള തീരുമാനങ്ങളും യുക്തിയും അതിനുള്ള ബുദ്ധിയും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളുമാണ് വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. അതിനാവശ്യമായ